അപ്പൊ നിങ്ങൾ എല്ലാവരും 4 മണിയാവാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരിക്കും. 3 മണിക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രസ് മീറ്റ് വിളിച്ച് റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്യും. 4 മണി ആവണം ഈ ഒരു സൈറ്റിലൂടെ ഒക്കെ നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ. അപ്പൊ എല്ലാവർക്കും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് ഫാക്കൽറ്റീസിന്റെ SLC റിസൾട്ടിന്റെ സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷോർട്സിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ 2010 എന്റെ SLC റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഇന്റർനെറ്റ് ഒന്നും അത്ര സജീവമൊന്നും ആയിരുന്നില്ല. പുറത്ത് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ STD ബൂത്തുകളിലൊക്കെയാണ്, ഇന്റർനെറ്റ് കഫേ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അവിടെ പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, റിസൾട്ട് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ വീട്ടിലാണ്, എനിക്ക് സാധാരണ ഒരു നോർമൽ ഡേ ആയിരുന്നു. റിസൾട്ട് എന്തായാലും നോ പ്രോബ്ലം എന്നുള്ള നെവർ മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഉപ്പ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ഉപ്പ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പേപ്പറിൽ എഴുതിയിട്ട് STD ബൂത്തിൽ പോയി. STD ബൂത്തിൽ പോയിട്ട് അവിടെ ഇന്റർനെറ്റ് ആകെ ആ ടൗണിൽ ആകെ ആ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു പറയാം, ഫോണിലൂടെ വിളിച്ചു പറയാണ് ഓരോ സബ്ജക്റ്റിലും. അപ്പൊ ആദ്യം മലയാളം സെക്കൻഡ്, അതുപോലെ ഉറുദു, ഞാൻ ഉറുദു ആയിരുന്നു പഠിച്ചിരുന്നത്. ഇതിലൊക്കെ ഇങ്ങനെ A+, എന്നിങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഉപ്പാന്റെ ഒരു എന്താ പറയാ ഒരു സന്തോഷം ആ ഫോണിലൂടെ എനിക്കിപ്പോഴും ഇന്നലെ കണ്ട പോലെയുള്ള ഒരു ഓർമ്മയുണ്ട്. അതായത് അത്രക്ക് സന്തോഷത്തിലായിരുന്നു എൻ്റെ ഉപ്പ. അപ്പോ അതുവരെ എനിക്ക് റിസൾട്ടിനെ കുറിച്ച് ഒരു സന്തോഷം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഉപ്പാക്ക് അത്രത്തോളം സന്തോഷമായി എന്നുള്ള ആ ഒരു കാര്യം വന്നപ്പോഴാണ് റിസൾട്ടിന്റെ ആ ഒരു വാല്യൂ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മളുടെ റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ റിസൾട്ട് മോശമായ സങ്കടപ്പെടുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന ഓരോ എന്താ പറയാ എക്സാംസിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ, അവർ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റും നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ SLC റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും +1 സീറ്റ് ഉണ്ടാവും, അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. കാരണം അത്രയധികം സീറ്റുകൾ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇനി റിസൾട്ട് വിചാരിച്ച പോലെ വന്നില്ല എങ്കിലും അപ്പോൾ ഇനി ഓരോ എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചോദ്യം എന്താണെന്ന് എനിക്കറിയാം, എത്ര A+ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലേ. എനിക്ക് 7 A+ ഉണ്ടായിരുന്നു. ഒരു B+ഉം 2 A ഗ്രേഡും ആയിരുന്നു. സോഷ്യൽ സയൻസ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിലായിരുന്നു A+ നഷ്ടമായത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.